കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഇൻഡോ പോർച്ചുഗീസ് ഡിഷായിട്ടുള്ള പോർക്ക് വിന്താലു ആണ്. വളരെ ഈസിയാണ് നമുക്കിത് തയ്യാറാക്കാൻ, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എൻ്റെ റെസിപ്പിയിലോട്ട് കടന്നാലോ. നന്നായി കഴുകിയ നമ്മുടെ പോർക്ക് 1 കിലോ ആണത്. അത് വലിയ 2 പീസാക്കിയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, ഇനി 1 കപ്പ് വെള്ളം. ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 സ്റ്റീം വരുത്തിയെടുക്കാം, ഹൈ ഫ്ലെയിമിലിട്ട്. അപ്പോൾ പോർക്കൊക്കെ നന്നായി ഉറച്ച് കിട്ടും. നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. ഇപ്പം നമ്മുടെ പോർക്ക് ഒരു 3 സ്റ്റീം ഹൈ ഫ്ലെയിമിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് വലിപ്പത്തിനുള്ള പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ വിന്താലുവിനെ കുറച്ച് വീതിയിലുള്ള അധികം കനമില്ലാത്ത പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് ഇന്നും കൂടി ചൂടാറുമ്പോൾ കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇനി നമുക്ക് വിന്താലുവിലേക്ക് വേണ്ട മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 ഇഞ്ച് കഷ്ണം വലിയ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി കഷ്ണങ്ങളാക്കി തന്നത് കേട്ടോ. അതുപോലെ ഒരു 5-6 പച്ചമുളക്, ഒരു 1.5 കുടം വെളുത്തുള്ളി, ഒരു 2 കതിര് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം, ഒരു 1.5 ടീസ്പൂൺ കടുക്, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്. അതുപോലെ ഇതൊരു സ്പെഷ്യൽ സാധനമാണ്, നമ്മുടെ മുരിങ്ങയുടെ തൊലി. ഈ പച്ച പാടാട്ടോ, ഇല്ലാണ്ടുള്ള കട്ടിത്തൊലിയൊന്നും വേണ്ട. ഈ പച്ച പാട വരുന്ന തൊലിൻ്റെ മുകളിലത്തെ അതൊന്ന് ചുരണ്ടി കളഞ്ഞിട്ട് വലിയ കനത്തിലുള്ള കഷ്ണത്തുമെന്ന് നമ്മൾ അടർത്തി എടുത്തിട്ടുള്ള ചെറിയ പീസ് കേട്ടോ. അത് ഇത്രയും വേണം നമുക്ക് 1 കിലോ പോർക്കിലേക്ക്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ വിനാഗിരി ചേർത്തിട്ട് അരച്ചെടുക്കാനായിട്ട് പോവുക. വെള്ളം ചേർക്കരുത്, വിനാഗിരി ചേർത്തിട്ടാണ് നമ്മളിത് അരയ്ക്കുക. ഇനി അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്നതാണ് 2 തക്കാളി, അതുപോലെ ഒരു 3 മീഡിയം സൈസ് സവാള. ഇത് സവാളയൊക്കെ കുരുന്നനെ അരിഞ്ഞിട്ട് നമുക്ക് അരയ്ക്കാം. തക്കാളി അതുപോലെ തന്നെ കേട്ടോ. എല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് വിനാഗിരി തൊട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇത് നല്ലപോലെ അരച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വിനാഗിരി ചേർത്തിട്ടുണ്ടായില്ല. അപ്പം ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ പോർക്ക് വേവുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ 2 ടേബിൾ സ്പൂണും കൂടെ വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പോർക്ക് നമ്മളിതുപോലെ വീതിയുള്ള പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്കൊരു പകുതി ഭാഗം മാത്രമേ വെന്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു 2 സ്റ്റീമും കൂടി നമുക്ക് വരുത്തിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ആ കുക്കറിലേക്ക് എണ്ണ ഇതിട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ പോർക്ക് ഒരുവിധം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 10% വേവും കൂടെ ഉള്ളൂ. അത് നമുക്ക് ഈ പാനിലിട്ടിട്ട് നമ്മൾ സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇതിലേക്ക് അധികം എണ്ണയൊന്നും ചേർക്കണില്ല കേട്ടോ. ഈ പോർക്കിൻ്റെ കുറച്ച് നെയ്യിലാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ വഴറ്റിയെടുക്കണം. ആ അരപ്പ് ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ റോ സ്മെല്ലൊക്കെ ഒന്ന് നല്ല പോലെ മാറി വരണം, അല്ലെങ്കിൽ നമ്മുടെ വിന്താലിന് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല പോലെ ഇതിൻ്റെ റോ സ്മെല്ല് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ കുറച്ചധികം നേരം തന്നെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ട് നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് നേരം കൊണ്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് മീഡിയം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് കുറച്ച് നേരം വഴറ്റിയിരുന്നു. അപ്പോൾ നല്ല പോലെ മൂത്ത മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നമ്മുടെ പോർക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ല പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് തീരെ കുഞ്ഞ പീസുകളായിട്ട് അരിഞ്ഞ പോർക്കൊക്കെ വെന്തുടഞ്ഞ് പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇത്രയും വലിപ്പത്തിൽ അരിഞ്ഞിട്ടേക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് നേരം ചെറിയ തീയിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളം കുറവുണ്ടെങ്കിൽ ചൂടുവെള്ളം നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം നമ്മുടെ മിക്സി അരച്ചയിലേക്ക് ഒഴിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ. ഇനി ഇതൊരു 20 മിനിറ്റ് നേരം നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ.
ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ പോർക്കിൽ പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കണേ, എല്ലാതും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു 2 കതിര് കറിവേപ്പിലയും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ ഈ പോർക്കിലേക്ക് ഒരു തുള്ളി പോലും എണ്ണ വേറെ ചേർത്തിട്ടില്ല. ഈ പോർക്കിൻ്റെ വെള്ളയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ആ നെയ്യിൽ മാത്രമാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തിരിക്കണത്. അപ്പോൾ ഒരുപാട് നെയ്യൊന്നുമില്ല, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു ഉഗ്രം വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം. ഓക്കേ.